ഹായ്, ഞാൻ മെയ്മോൾ പൈനാടത്ത് ഡേവിസ്. ഇന്ന് എൻ്റെ ചലഞ്ചിൻ്റെ 6ാം ദിവസമാണ്. ശരിയാണ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ല. പക്ഷേ അതിനർത്ഥം ഞാൻ എൻ്റെ ചലഞ്ച് 8 നിലയിൽ പൊട്ടിച്ചു എന്നല്ലല്ലോ. എവിടെയായിരുന്നു എന്തായിരുന്നു എന്നുള്ള കഥകളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് 28 ജൂൺ 2024, അതായത് വെള്ളിയാഴ്ചത്തെ ദിവസത്തെ വീഡിയോയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടാണ്. ഗ്രീൻ ടീ നല്ലതാണെന്നും ചീത്തയാണെന്നുമുള്ള വാദങ്ങളുണ്ട്. ഗ്രീൻ ടീ എന്ന് പറയുന്നത് തേയിലച്ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഇളം ഇലകളെയാണ്, അതായത് മൂക്കാത്ത തേയില ഇലകളെയാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഗ്രീൻ ടീക്ക് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു സസ്യ ഇലയാണ് ഗ്രീൻ ടീ. അമിതമായാൽ അമൃതും വിഷമാണ് എന്ന് പറയുന്ന പോലെ ഗ്രീൻ ടീ ഒരു ദിവസത്തിൽ ഒത്തിരിയേറെ തവണ കുടിച്ചു കഴിഞ്ഞാൽ അപകടം സൃഷ്ടിക്കാം. അതിനാൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം കുടിക്കുന്നതായിരിക്കും ഉത്തമം. ഞാൻ സ്വന്തമേ ഗ്രീൻ ടീയോടൊപ്പം ഉലുവ കൂടി ചേർക്കാറുണ്ട് കേട്ടോ. ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഞാൻ ഗ്രീൻ ടീ കുടിച്ചു തുടങ്ങിയപ്പോൾ ഗ്രീൻ ടീയുടെ ചമർപ്പ് കാരണം അതിൻ്റെ കൂടെ പഞ്ചസാര കൂടി ഇട്ട് കുടിച്ച തനി മണ്ടിയാണ് ഞാൻ. പിന്നീട് അങ്ങോട്ടേക്ക് ഗ്രീൻ ടീയുടെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഗ്രീൻ ടീയോടൊപ്പം ഉലുവ കൂടി ചേർത്ത് കുടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പിന്തുടരുന്ന രീതി നല്ലതാണെന്നും അത് നിങ്ങളും പിന്തുടരണം എന്നുമല്ല. നല്ലതാണോ എന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ലതെന്ന് തോന്നിയാൽ സ്വീകരിക്കുക, അല്ലാത്ത പക്ഷം തള്ളിക്കളയുക. ഇന്ന് 75 ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചിൻ്റെ 6ാം ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഹായ്, ഞാൻ മെയ്മോൾ പൈനാടത്ത് ഡേവിസ്. ലാലാല കളിച്ച് നടന്ന് സമയം 11:43. ഇന്ന് ഭക്ഷണമൊന്നും കരുതുന്നില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് മസാല പീനട്ട്, ഇതിനകത്ത് ഉപ്പുണ്ട്, പിന്നെ മസാലകളാണുള്ളത്. ടെർമറിക്, ബ്ലാക്ക് പെപ്പർ, ഡ്രൈഡ് ജിഞ്ചർ പൗഡർ, കാർഡമം, ക്യൂമിൻ, ക്ലോവ്, ബേ ലീവ്സ്, സിനമൺ, അങ്ങനെ പിന്നെ എഡിബിൾ കോമൺ സാൾട്ട്, ആസിഡിറ്റി റെഗുലേറ്റർ, പിന്നെ റിഫൈൻഡ് പാം ഓയിൽ, മിക്സഡ് സ്പൈസസ്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. സോ ഞാൻ ഇതിനകത്ത് ഷുഗർ ഇല്ലാത്തത് കൊണ്ടും പീനട്ടിനകത്ത് കുറച്ച് പ്രോട്ടീനൊക്കെ ഉള്ളത് കൊണ്ടും ഇതാണ് വേണ്ടോ. ഇവിടെയായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. ടോട്ടൽ ഷുഗേഴ്സ് 0 പിന്നെ സോഡിയം ഇതിനകത്ത് അതെ, പ്രോട്ടീൻ 7.22 അത്രയാണ് ഇതിനകത്തുള്ള പ്രോട്ടീൻ. സോ ദാറ്റ് ഞാൻ ഇംഗ്ലീഷ് വിശക്കാണെങ്കിൽ ഇത് കഴിക്കും. പിന്നെ നമ്മൾ ചായ കുടിക്കുമല്ലോ. എനിക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ്. സോ ദാറ്റ് പഴത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ വായിൽ ഭയങ്കരമായിട്ട് വെള്ളം വരും. ഏത്തപ്പഴം കുടുകൂടാ പഴുത്ത ഏത്തപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പഴം കഴിക്കുന്നത്. അതായത് ഞാനിപ്പോൾ നടന്നാണ് പോകുന്നത്. നടന്നു പോയിട്ട് ആ നടന്ന് എനർജി വേസ്റ്റ് ആക്കിയതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പഴവും മധുരമില്ലാത്ത പാൽ ചായയും കുടിക്കും. അതാണ് ഞാൻ പറയുന്നത്. അതിനാണ് ഞാൻ നടക്കുന്നത്. എനിവേസ് ബൈ. ആശുപത്രി പോകാൻ സമയം ഉണ്ടാവാൻ സാധ്യതയില്ല. പ്ലസ് എനിക്ക് ആരെയും ഫോൺ വിളിച്ച് ചോദിക്കാനും പറ്റില്ല. കാരണം എൻ്റെ ഫോണിൻ്റെ ഓഫർ കഴിഞ്ഞു. അത് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യണമെങ്കിൽ പോലും അമ്മോ പറഞ്ഞു ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോ ആയി. ഇതിനകത്ത് എഴുതി വരും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2 മിനിറ്റായി. ബൈ 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 ബൈ.